കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ്.സി. ഡ്യൂറൻഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എതിരാളിയായി കിട്ടിയിരിക്കുന്നത് ബംഗളൂരു എഫ്.സി. ആണ്. ബ്ലാസ്റ്റേഴ്സിന് ധാരാളം പക വീട്ടാനുള്ള മത്സരം കൂടിയാണത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ISL 9ാം സീസണിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ISL നടക്കുമ്പോൾ അന്ന് ബംഗളൂരു എഫ്.സി. ബ്ലാസ്റ്റേഴ്സിന് നേരിട്ടിരുന്നു. അന്ന് ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റനായ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി നേടിയ ഫ്രീ കിക്കിലെ വിവാദ ഗോളായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിനൊരു തോൽവി സമ്മതിച്ചത്. എന്നാൽ തോൽവിയായിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് പകുതി മത്സരം നടന്നുകൊണ്ടിരിക്കെ മത്സരത്തിൻ്റെ പകുതിയായപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും താരങ്ങളും കളം വിട്ടു പോവുകയായിരുന്നു. അന്ന് ഇവാൻ മുക്കമനോവിച്ച് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ. അന്ന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. കാരണം ആ വിവാദ ഗോൾ നേടുകയും ബംഗളൂരു എഫ്.സിക്ക് അവിടെ അന്നത്തെ മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറിയായി ക്രിസ്റ്റൽ ജോൺ കൂട്ടുനിൽക്കുകയും ചെയ്തതായിരുന്നു അന്നത്തെ നമ്മൾ കണ്ട കാഴ്ച. എന്നാൽ തൊട്ടടുത്ത സീസണിൽ കഴിഞ്ഞ വട്ടം ബംഗളൂരു ISLൽ കുതിച്ചു കയറാതെ ഏറ്റവും താഴേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും ഡ്യൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്.സിയും തമ്മിലുള്ള പോരാട്ടം വരികയാണ്. ബ്ലാസ്റ്റേഴ്സിന് ധാരാളം പക തീർക്കാനുള്ള മത്സരമാണ്. ഇരു ടീമുകളുടെ മെയിൻ ടീം തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിനും ഇറങ്ങുന്നത്. എന്നാൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം ഈ മത്സരത്തിൽ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ളതിനായി. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം ഡ്യൂറൻഡ് കപ്പിലെ ആദ്യ കിരീടം തന്നെയാണെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയും പരിശീലകൻ മൈക്കിൾ സ്റ്റാറയും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം.